മറവി മറവി എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണല്ലോ. പക്ഷേ ഡെയിലി ചെയ്യുന്ന കാര്യം ഇങ്ങനെ മറന്നു പോകുന്നത് അതൊരു അസാധാരണ സംഭവം തന്നെയാണ്. നമ്മൾ ഇത്രയും ദിവസവും ചെയ്തു വന്നത് ഒരു ബണ്ണിയുടെ സീരീസ് അല്ലായിരുന്നോ? എന്നിട്ട് അതിന്റെ തലയും കാലും മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം പെറുക്കിക്കെട്ടി ആണും കൊണ്ട് ഇറങ്ങിയത് ഒരു ബാഗ് ഉണ്ടാക്കാനാണ്. എങ്ങനെയുണ്ട്? ഒരുപക്ഷെ ക്രോഷെ അറിയാവുന്നവർക്ക് കലങ്ങും, അല്ലെങ്കിൽ ക്രോഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പയ്യെ പയ്യെ കലങ്ങിക്കോളും. എല്ലാ ക്രോഷേഴ്സിനും ഏതെങ്കിലും മിനിമം ഒരെണ്ണമെങ്കിലും പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാതെ ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. എനിക്കത് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ ഈ പ്രാവശ്യം ഇത്തവണ ന്യൂ ഇയറിന് ഞാനെടുത്തൊരു റെസൊല്യൂഷൻ ആണ്, ചെയ്തു തുടങ്ങുന്നവർക്ക് അതെന്തായാലും എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളത്. സോ ഈ ബണ്ണിയെ ഞാൻ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാഗ് ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ബണ്ണിയുടെ എല്ലാ പാർട്സും നമ്മൾ ചെയ്തില്ലെങ്കിലും ഹെഡും രണ്ട് കൈയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബണ്ണിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്, ബോഡി പോർഷൻ. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ വിചാരിക്കും, ഓ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കുമെന്ന്. പക്ഷേ വളരെ സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു ഹെഡിനേക്കാളും സിമ്പിൾ ആണ് കേട്ടോ. ഇത് റൗണ്ട് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ MR-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ 6 സിംഗിൾ ക്രോഷയാണ് MR-ൽ ചെയ്യേണ്ടത്. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ 6 ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക, 12 ആക്കുക. ഇൻക്രീസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ? സെയിം സ്റ്റിച്ച് തന്നെ 2 സ്റ്റിച്ചസ് ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷെ ഒരു ഇൻക്രീസ്. ദെൻ നാലാമത്തെ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷെ ഒരു ഇൻക്രീസ്. ഇവിടെ കൊണ്ട് നമുക്ക് വേണ്ട ബോഡിയുടെ ആ ഒരു സൈസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇത് ഒരു ബോഡി ആയിട്ട് വരാൻ താഴേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണ്ടേ. സോ ഇനി ആ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതാ കഴിഞ്ഞു. അടുത്ത 5 മുതൽ 9 വരെയുള്ള റൗണ്ട് ആ 24 സിംഗിൾ ക്രോഷെ അതേപടി അങ്ങ് 5 റോസും ചുറ്റി അങ്ങ് പോവാം. നമുക്ക് ഇതേപോലെ ഒരു കുഴിയോടെ കിട്ടും. ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് കുറച്ച് ചെറിയ കുഴിയാക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷെ ഡിക്രീസ് ആണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ആ ഒരു റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷെ ഫുൾ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ, ഒരു റൗണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് റൗണ്ടാണ് 4 സിംഗിൾ ക്രോഷെ ഡിക്രീസ്. ഇവിടെ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ ബോഡി കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. നമ്മൾ തയ്ച്ചു വരുന്ന പോർഷൻ ഹെഡുമായിട്ട് നമ്മൾക്ക് ജോയിന്റ് ചെയ്യേണ്ടതുകൊണ്ട് അത് നമ്മൾ ടൈ ചെയ്ത് കെട്ടി അടക്കില്ല കേട്ടോ. ആ ഒരു പോർഷൻ ഒരു ചെറിയ ഹോളായിട്ട് തുറന്നു തന്നെ ഇരിക്കും. ഇനി ഈ ഒരു ബണ്ണി സീരീസിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇയേഴ്സും കൂടെ ഉള്ളൂ. ആ ബണ്ണിയുടെ നീളത്തിലുള്ള ചെവികളില്ലേ, അത് 2 കൂടെ ചെയ്തെടുക്കാനുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബണ്ണിയുടെ പാർട്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ജോയിന്റ് ചെയ്യണം. പോകുന്ന മുന്നേ നമ്മുടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.